അസ്സലാമലൈക്കും. അൻഷൂസ് വേർഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെയാണ് മക്കളെ, എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? അൽഹംദുലില്ലാ, നമുക്ക് സുഖമാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കാണല്ലേ, നിങ്ങൾ റെഡിയല്ലേ? അപ്പോൾ അതാകണേ രാവിലെ തന്നെ ഞാനേ എന്താ ഇപ്പോൾ ഇത് നമ്മളെ മറ്റേ അപ്പം ഉണ്ടല്ലോ, എത്തതിന് പറയണേ, വെള്ളപ്പം, അതാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ പച്ചരി കഴിഞ്ഞിനി, അപ്പോൾ നമ്മൾ പൊടി ഉണ്ടായിനല്ലോ, അരി പൊടിപ്പിച്ച് വെച്ചിനല്ലോ, അത് ഞാൻ എന്താട്ടി തലേന്ന് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് തേങ്ങയും പിന്നെ ഈസ്റ്റും കുറച്ച് പഞ്ചാരിയും ഒക്കെ ഇട്ട് കാണ്ടാണ്ട് അരച്ചണ്ട് വെച്ചതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഒന്ന് ചുട്ട് നോക്കാം അപ്പം. അപ്പോൾ ഇതാക്കണം, ഞാൻ ചായപ്പൊടിയും പഞ്ചാരിയൊക്കെ ഇട്ട് കൊടുത്തേക്കണം കേട്ടോ. ചായക്ക് വെള്ളം വെച്ചിനി, അതിപ്പോൾ ഇന്നിപ്പോൾ ചായക്ക് വെള്ളം വെച്ചിരുന്ന കാട്ടിത്തരലുണ്ട്. ഇന്നിപ്പോൾ അതൊന്നുമില്ല കേട്ടോ. നമ്മൾ ചായക്ക് പഞ്ചാരയും ചായപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുത്ത് നമ്മൾ പിന്നെ നമ്മളെ വെള്ളപ്പത്തൊക്കെ ചാറുണ്ടാക്കണ കടലയാണ് കേട്ടോ. അത് ഞാൻ കുക്കറിലിട്ട് വെച്ചിക്കണേ. പിന്നെ അപ്പം ചൂടാനുള്ള ചട്ടി ഇതാക്കണേ, നമ്മൾ തീം വെച്ചിക്കണേ കേട്ടോ. ഇനി ചട്ടി നല്ലോണം ഒന്ന് ചൂടാകട്ടെ, എന്നിട്ട് നമുക്ക് നമ്മളെ അപ്പം ചുട്ട് തുടങ്ങാം. അപ്പോൾ ഇതാക്കണേ, ഒരു കയ്യിൽ ഞാൻ പറന്ന് വെക്കാണ് കേട്ടോ. ഈ അപ്പം നന്നാകാഞ്ഞാൽ വല്ലാത്ത പിരാന്താണ് കേട്ടോ. ഈ അപ്പം ചൂടാൻ നന്നായി കഴിഞ്ഞാൽ സാറാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പാർന്ന് നോക്കി ഒന്ന് ചുറ്റിച്ചു കൊടുത്തങ്ങനെ കേട്ടോ. അപ്പോൾ ഞാൻ ഇതാക്കണേ, ആ കുണ്ടിൻ്റെ ഭാഗത്തുണ്ടല്ലോ നല്ലോണം മാവ് ഇങ്ങനെ നിർത്തി വെക്കൂല കേട്ടോ. ചുറ്റോട് ഇങ്ങോട്ട് ഇതാക്കിക്കലാണ്. കുണ്ടിൽ കുറച്ച് ഇങ്ങോട്ട് ആയി നിന്നാൽ നല്ല കട്ടി കയറാം, അപ്പോൾ ഇവിടെ ആർക്കും പറ്റൂല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ കാട്ടലില്ല. അപ്പോൾ മാവൊക്കെ പാടാ ചട്ടിക്ക് നിറച്ചുകൊണ്ട് ചുറ്റിച്ചാണ് പാരലാണ് കേട്ടോ. അപ്പോൾ അതാക്കണേ, ഞാൻ സ്പൂണായിട്ട് ഇങ്ങനെ എടുത്ത് വെക്കാണ് കേട്ടോ. അപ്പോൾ കച്ചോണ്ടൊക്കെ ഒന്ന് എടുത്ത് വെക്കുകയാണേ. അപ്പം ആക്കണേ, നല്ല ചൂടുണ്ട് കേട്ടോ. വലിയ ആളായിക്കാണ്ട് കജ്ജിക്കൊക്കെ ഒന്ന് എടുത്ത് വെക്കിയതാണ്. നല്ല ചൂടുണ്ട് കേട്ടോ. ബാക്കിയില്ല അപ്പോൾ നമുക്ക് അങ്ങനെ ചുട്ട് നോക്കട്ടോ. അപ്പോൾ അങ്ങനെ അപ്പമൊക്കെ നമ്മൾ ഓരോന്നും ചട്ടി പാരുന്നുണ്ട്. അപ്പമൊക്കെ ഉസാറായിട്ട് നന്നായി കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ നല്ല പൂതിയാട്ടോ. ഒന്ന് നന്നായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഉണ്ടാക്കാൻ നല്ല പൊലിവയ്ക്കാരല്ലോ. ഒന്ന് നന്നായി കഴിഞ്ഞാൽ പിന്നെ ഇഷ്ടമായിക്കാരം. അപ്പം നാളെ ഒരു ദിവസം ചുട്ടപ്പോൾ നന്നായി. അപ്പം ഞാൻ അന്ന് അരി അരച്ച് കണ്ടാനിട്ടോ, ഇന്നിപ്പോൾ പൊടി അരച്ച് കണ്ടാണ്. ഇതും നന്നായിക്കണം കേട്ടോ. നമുക്കൊരുപാട് വീഡിയോസ് ഉണ്ടല്ലോ കാട്ടിത്തരുന്നേ ഇങ്ങനെ അപ്പം ചുടുന്നത്. അപ്പം നമ്മളെ വലിയ കുട്ടി ചോദിച്ചാൽ എന്തൊരപ്പം അത്? ഞാൻ പറഞ്ഞ് വെള്ളപ്പം. നിങ്ങൾ വെള്ളപ്പം ഉണ്ടാക്കാനൊക്കെ പഠിച്ചോ? അപ്പം എന്താ കുട്ടി പറഞ്ഞിട്ടും കാര്യമല്ല, കുട്ടി വെള്ളപ്പം ചുട്ടാൽ നന്നായില്ലേ? ഇനിയിപ്പോൾ നന്നായപ്പോൾ കുട്ടിക്കും തന്നെ അതിശയാണ്. അപ്പോൾ ഏതായാലും ഓൻ പറഞ്ഞ് ഉസാറായിക്കണം കേട്ടോ അമ്മാറിനെ. അപ്പം അങ്ങനെ ഇതാക്കണേ, ഞാൻ കടല തൂമിച്ചാണ് കേട്ടോ. നമ്മളെ വല്ലുള്ളിയും കരിയേപ്പും ഇട്ടുകാണ്ട് ചാറ്. അപ്പോൾ നല്ല കുറുന്നയായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. തേങ്ങ വെച്ചിട്ടൊന്നുമില്ല, 2 കേങ്ങ് കൂട്ടീന് കേട്ടോ. അതൊന്ന് കുത്തി ഉടച്ച് ഇട്ടുക്കണം. അതുകൊണ്ടാണ് ഈ ചാറ് ഇത്ര കുറുന്നേനെ കേട്ടോ. അങ്ങനെ നമ്മളെ കടലച്ചാറും വെള്ളപ്പം റെഡി ആക്കണം കേട്ടോ. അപ്പം ഇനി നമുക്ക് എന്താട്ടണം, മക്കൾക്കൊക്കെ ചായ കൊടുക്കണം. അപ്പം കണ്ടില്ലേ, അപ്പം നല്ല ഉസാറായിക്കണം കേട്ടോ. അപ്പോൾ കുട്ടി ആദ്യം നമ്മളൊന്ന് കളിയാക്കിയാലും, എന്തൊരപ്പം അത് ചോദിച്ചാൽ കളിയാക്കിയാലും പിന്നെ ഓൻ പറഞ്ഞ് ഉസാറായിക്കണം കേട്ടോ അമ്മ, നിങ്ങളിപ്പോൾ ഒപ്പം ചൂടാനൊക്കെ പഠിച്ചോ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാക്കണേ, സനുവിന് കടല മാണ്ട, മിന്നുട്ടിക്ക് കടല വേണം. അങ്ങനെ ഒരിക്കലും ഉണ്ടാക്കും ചായയൊക്കെ കൊടുത്ത് മദ്രസക്കൊക്കെ പറഞ്ഞയച്ച് നമ്മൾ കുറേ ദിവസമായിക്കണം കേട്ടോ. ഈ മട്ടൽ ഇങ്ങനെ തട്ടിക്കളിച്ച് നടക്കുന്നുണ്ട്. അങ്ങോട്ട് പോകുമ്പോഴും തട്ടും, ഇങ്ങോട്ട് പോകുമ്പോഴും തട്ടിക്കൊണ്ട്. അപ്പം ഞാൻ തട്ടി ഇന്നപ്പം ഇതൊന്നാണ് വജ്ജാക്കെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ നല്ലോണം ഉണങ്ങിക്കണം കേട്ടോ. അപ്പോൾ സാറായിട്ട് ഉണങ്ങിക്കണം. അപ്പോൾ ഞാൻ ഇത് മുന്നിലല്ലേ ഇനി കേട്ടോ, ആ ഒരു സൈഡിലേനി. അപ്പോൾ ഞാൻ അത് എടുത്ത് വീഡിയോ എടുക്കാനും വേണ്ടി ഞാൻ എന്താട്ടി മുന്നിൽ കൊടുന്നിട്ടാണ് കേട്ടോ. അപ്പം സൈഡിനാവുമ്പോൾ പുറത്ത് നമ്മൾ ഫോൺ വെക്കണ്ടേ. അപ്പം ഇച്ചൊരു കുറവാണ് കേട്ടോ, പുറത്ത് ഫോൺ വെച്ചിക്കാണ്ട് വീഡിയോ എടുക്കാൻ. അപ്പോൾ ഞാൻ ഈ ഫോൺ ഔത്താണ് വെക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഇന്നാൾ പറഞ്ഞല്ലേ, ആനപ്പുറത്ത് പോവും വേണം, അങ്ങാടി കൂടെ ആനപ്പുറത്ത് പോവും വേണം, എന്നാരും കാണാൻ പാടില്ല കാരണന്മാര്. നമുക്ക് വീഡിയോ എടുക്കും വേണം, ആരും കാണാനും പാടില്ല. അങ്ങനെ ഒരിതാണ്. അപ്പോൾ ഏതായാലും ഞാൻ മട്ടലൊക്കെ ഒന്ന് വെട്ടിമുറിച്ച് ഇതാക്കുന്നുണ്ട് കേട്ടോ. നല്ല ഉണങ്ങിയോണ്ട് തന്നെ ചീന്താനും നല്ല എളുപ്പമാണ് കേട്ടോ. പച്ചയും അതേമാതിരി ഉണങ്ങി ചൂട്ടാണ് കേട്ടോ. എന്നെങ്കിൽ നമുക്കിങ്ങനെ പൊളിച്ചാൻ വയ്ക്കുള്ളൂ, അല്ലെങ്കിൽ ഭയങ്കര ഗതിയാണ്. പച്ച ആയാലും നല്ല സുഖമാണ് കേട്ടോ പൊളിച്ചാൻ. അങ്ങനെ ഇതാക്കണേ. മട്ടലൊക്കെ
ഞാൻ പൊളിച്ച് ഇട്ടിക്കണം കേട്ടോ. ഇനി നമുക്ക് അതതിന്റെ മുന്നേ നിറച്ചല്ലേ പോണെന്നില്ലേ അല്ലേ മണൊന്നുമില്ല ഇതിന്റെ കുഴപ്പമില്ല. വെക്കാന് മാത്രം മുക്കിയാ മതി. വെക്കാൻ മുക്കിയാ മതി. അറിയില്ലല്ലോ അതന്നെ. അപ്പോൾ അയലോകത്തെ കുട്ടി താത്ത വിളിച്ചപ്പോഴേ അതിനൊന്നിങ്ങനെ കൊഞ്ചിച്ചതാണ് കേട്ടോ. അപ്പോൾ ഓല കിണറ്റിലേ ഒരു പാമ്പുകുട്ടി ചാടി ചത്തക്കണേ. അപ്പോൾ ആ വെള്ളമൊക്കെ മാറ്റിയെന്നൊക്കെയാണ് ഇപ്പോൾ ഞാൻ ഓളോട് നേരം വിളിക്കുമ്പോൾ തന്നെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഓള് വിരുന്നു ഇനി അപ്പോൾ ഓള് വന്നപ്പോൾ ഓള് പോയെന്ന് നിറച്ചതാണ്. അപ്പോൾ അതുകൊണ്ട് ഓളെ ടാങ്കൊക്കെ വലിയ കുഴപ്പമില്ല. ടാങ്കിൽ വെള്ളം അന്ന് പോയപ്പോൾ നിറച്ചാണ്. ഓളിപ്പോൾ ഇന്നലെ വന്നതാണ്. അപ്പോൾ ഓളെ ടാങ്കിൽ വെള്ളം നിറച്ചിട്ടൊന്നുമില്ല. പിന്നെ ആ വെള്ളത്തിന് ഇങ്ങനെ വാസന വന്നപ്പോഴാണ് നോക്കിയത്. അപ്പോൾ ഒരു പാമ്പുകുട്ടി ചത്തിറക്കട്ടെ. പിന്നെ ഏതായാലും ഒരു വെള്ളമൊക്കെ മുഴുവനൂനും അടിച്ച് കളഞ്ഞ് അപ്പോൾ അയൽവക്കത്തുനിന്നൊക്കെ വെള്ളം എടുക്കലേ കേട്ടോ. അപ്പോൾ അങ്ങനെ കുറച്ച് നേരം ഓളോട് കുറച്ച് പടായിയൊക്കെ പറഞ്ഞ് കുത്തിർന്ന് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വന്ന് നമ്മൾ ചായ കുടിച്ചാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതാക്കണേ പറയുന്നതിൻ്റെ ഇടയിൽ ഒരു അപ്പം അടിയിലുണ്ട് കേട്ടോ. അതെന്താ വെച്ചാൽ നമ്മളെ മിന്നുട്ടി തിന്നതിൻ്റെ ബാക്കിയാണ്. അപ്പോൾ അത് കളയണ്ടല്ലോ വിചാരിച്ചിട്ട് അതിൽക്കൂടെ തന്നെ ഒരു അപ്പം കൂടെ ഇട്ടിട്ട് തിന്നാണ് കേട്ടോ. ഒന്നല്ല 2 ഇട്ടണം കേട്ടോ. അപ്പോൾ 2 അപ്പം ഉസാറേനി കേട്ടോ, സൂപ്പറേനി. അങ്ങനെ അപ്പം ചായയൊക്കെ കുടിച്ച് നമ്മൾ എന്താട്ടി തിരുമ്പാൻ ഇറങ്ങാണ് കേട്ടോ. അപ്പം ഇന്നലെ കുറച്ച് നമ്മൾ മെഷീനിൽ തിരുമ്പിക്കണം കേട്ടോ. പിന്നെ ഇനി ഞാൻ നാളെ തിരുമ്പുള്ളൂ. അപ്പം ഞാനിതാക്കണേ നമ്മളെ വലിയ കുട്ടീൻ്റെ പാൻറ് ഉണ്ടായിന് കേട്ടോ. 2 നല്ല ചാക്ക് പോലത്തെ 2 പാൻറ്, ജീൻസിൻ്റെ പാൻറ്. അപ്പോൾ ഓന് കോളേജിലേക്ക് പോയപ്പോൾ തന്നെ എന്നോട് പറഞ്ഞ് ഉമ്മച്ചിയെ പാൻറ് മെഷീനിൽ തിരുമ്പണ്ട കേട്ടോ, പിന്നെ എന്താ കല്ലുമ്മ വെച്ച് തിരുമ്പിയാൽ മതി കേട്ടോ ആണ്. ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അപ്പം എന്താണെന്നറിയാം, ഇതിപ്പോൾ ഇങ്ങനെ പാവാട മാരിക്കാണ് പാൻറ്, നിലത്ത് കൂടെ ഇങ്ങനെ ഇഞ്ഞിക്കൊണ്ടാണ്. അപ്പോൾ ആ കാലിൻ്റെ അവിടെയൊക്കെ നിറച്ച് ചളിയാണ്. അപ്പോൾ പറഞ്ഞ മെഷീനിലിട്ട് തിരുമ്പിയാൽ പറ്റൂലമ്മ, നിങ്ങൾ അതിലിട്ട് തിരുമ്പണ്ട കേട്ടോ പറഞ്ഞു. ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. മെഷീനിലിട്ട് തിരുമ്പിയാൽ വെളുക്കൊക്കെ ചോദിച്ചിട്ടോ. പക്ഷേങ്കിൽ ഓനെന്താണെന്നറിയോ, ഓൻ്റെ പാൻറ് നിരക്കുമെന്നില്ല പേടിയാണ്, അല്ലാതെ മെഷീനിലിട്ടാൽ വെളുക്കൂല എന്നുള്ളതൊന്നുമല്ല കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ. ഏതായാലും ഞാൻ സാബൂനൊക്കെ തേച്ചിട്ട് ഒന്ന് നല്ലോണം കല്ലുമിട്ട് അടിച്ച് തിരുമ്പാണ് കേട്ടോ. അപ്പോൾ ഓന് കോളേജിൽ നിന്ന് ടൂർ പോകുന്നുണ്ടേ. അപ്പോൾ അതിന് പോകാൻ വേണ്ടി ഇടാനാണ് പാൻറ്. അപ്പോൾ അതിന് നമ്മൾ ഉഷാറാക്കി കല്ലുമ്മ തിരുമ്പി എടുക്കാൻ കേട്ടോ. ആഞ്ഞ് വരിഞ്ഞ് തല്ലണുണ്ട്, അത്രയും വലിയ 2 ചാക്ക് പാൻറ്. അപ്പം ഞാൻ അതൊക്കെ കല്ലുമ്മിട്ട് നല്ലോണം ഒന്ന് തിരുമ്പി എടുക്കാനാണ് കേട്ടോ. നല്ലോണം അടിച്ചാനും പേടിയാണ്, കാരണം അതിൻ്റെ കുടുക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ കുടുക്ക് വെച്ചെടുക്കേണ്ടി വരും. അപ്പം ഞാനൊന്ന് ശ്രദ്ധിച്ചിട്ടൊക്കെയാണ് കേട്ടോ അടിച്ച് തിരുമ്പിയത്. അപ്പം അങ്ങനെ ഇതാക്കണേ പാൻറ്റൊക്കെ തിരുമ്പി, പിന്നെ ടീഷർട്ടും തിരുമ്പി, പിന്നെ ഞാൻ ഒലുമ്പി എടുക്കാണ് കേട്ടോ. അപ്പം ഒലുമ്പലും പിന്നെ മറിച്ച് കാണ്ടാണ് കേട്ടോ തോരയിടുക. പാൻറ്റായാലും ഷർട്ടായാലും മാക്സി ആയാലും ഒക്കെ അങ്ങനെ തിരുമ്പലൊക്കെ കഴിഞ്ഞ് നമ്മൾ എന്താട്ടി നമ്മളെ 2 കാലുണ്ടല്ലോ കുറച്ച് സാബൂനാണ് തേച്ചിട്ടേ മടമ്പുണ്ടല്ലോ, മടമ്പ് ഇങ്ങനെ നല്ല ചെളിക്കാരം മടമ്പുമ്പോൾ നമ്മളെന്താട്ടും ആ കല്ലുമ്മട്ടിട്ട് നല്ലോണം ഒന്ന് ഉരച്ചെടുക്കും കേട്ടോ. അപ്പോൾ കുളിമുറിയിൽ നിന്ന് തന്നെ ഇപ്പോൾ കുളിച്ചിട്ടുകൊണ്ട് തന്നെയാണ്. ചണ്ടിട്ട് ഉരച്ചാലും വലിയൊരു ഇതൊന്നും ആവില്ല, ഒരു വൃത്തിയാവില്ല കേട്ടോ. ഇങ്ങനെ കല്ലുമ്മട്ട് കണ്ട് തന്നെ ഉരക്കണം. അല്ലെങ്കിൽ പിന്നെ ബ്രഷൊക്കെ വേണം. പണ്ടൊക്കെ നമ്മളെന്താട്ടിനിയത് ചകിരി ഇങ്ങനെ മുറിച്ച് കണ്ട് ഒരു മിസ്വാക്ക് ഉണ്ടാക്കിനില്ലേ,
കാല് എൻ്റെ മടമ്പൊക്കെ ഉരക്കാൻ. അപ്പോൾ ഞാൻ എന്താട്ടി കല്ലുമ്മ വെച്ച് കാണാണ്ട് ഉരക്കലാട്ടോ. അതൊക്കെ കഴിഞ്ഞ് വന്നു കേട്ടോ. നമ്മൾ ചോറൊന്നും വെച്ചിട്ടില്ല കേട്ടോ. ഇന്നലത്തെ കുറച്ച് ചോറുണ്ടായിന്, അത് ഞാൻ തിളപ്പിച്ച് ഊറ്റി. ഇന്നലത്തെ കുറച്ച് ചെറുപയറുപ്പേരി ഉണ്ടായിന്, അതും ഒന്ന് ചൂടാക്കി എടുത്തേക്കണം. ഇന്നലത്തെ 2 മീനും ഉണ്ടായിന്, അതുകൊണ്ട് കേട്ടോ ഇന്ന് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. ഒക്കെ വൈകുന്നേരം നമുക്ക് ഇൻഷാ അല്ലാ ഉണ്ടാക്കാം. അങ്ങനെ വൈകുന്നേരമാണ് കേട്ടോ. പിന്നെ മക്കളൊക്കെ സ്കൂൾക്ക് പോയി, വലിയ കോളേജിൽ പോയി. അപ്പം ഞാനുമില്ല, ഞാൻ തന്നെയല്ലേ ഉള്ളൂ. ഈ ചോറും കൂട്ടാനും എമ്പാടും കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞല്ലേ, ഈ ചെറുപയറുപ്പേരി ഒന്നും ഇവിടെ വെച്ചാൽ മക്കളെ ഈ കുട്ടിയൊക്കെ പറ്റൂല. അപ്പോൾ പിന്നെ ഞാൻ തന്നെ തിന്ന് തീർക്കണം. പിന്നെ വലിയവന് തിന്നു, അവനിപ്പോൾ പിന്നെ കട ഉണ്ടായതുകൊണ്ട് നേരം വൈകി കണ്ട് അവിടുന്ന് കടയിൽ നിന്ന് ചോറൊക്കെ തിന്നിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ പിന്നെ അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഉപ്പേരി മീനൊക്കെ ബാക്കിയായത് കേട്ടോ. അതുകൊണ്ട് നമുക്ക് ഇന്ന് ലാഭമായിട്ടോ. ഇന്ന് ചോറും കൂട്ടാനൊന്നും ഉണ്ടാക്കണ്ട, ഇന്ന് നേരത്തെ പണി കഴിഞ്ഞിരിക്കണം കേട്ടോ. അങ്ങനെ പണി കഴിഞ്ഞിരുന്നപ്പോഴാണ് നമുക്ക് അയലൊക്കത്തുനിന്ന് കുറച്ച് അടിച്ചാൻ കിട്ടിയത് കേട്ടോ. തലക്കണേറി ഒരു പാൻറ്റൊക്കെ കിട്ടി. അപ്പോൾ അത് ഞാനിങ്ങനെ അടിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പം വീഡിയോ ഒക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യണമെങ്കിൽ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട്. നമ്മളെ അൻചൂസ് വേർഡിൻ്റെ കുടുംബത്തേക്ക് ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് വന്നിക്കണം കേട്ടോ. അവർക്കൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ കൂടുതലും ആയിട്ടിപ്പം ഒന്നും പറയാനില്ല. അപ്പോൾ നമ്മൾ വീഡിയോസൊക്കെ കാണാം, ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണണം. പിന്നെ കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. നിങ്ങളൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പം നിങ്ങളൊക്കെ കമൻറ്റ് ചെയ്തും ലൈക്ക് ചെയ്തും പിന്നെ സബ്സ്ക്രൈബ് ചെയ്തൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യാട്ടോ. ഇതുവരെയും സപ്പോർട്ട് ചെയ്ത് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാ പുതിയ വീഡിയോ ആയിട്ടൊക്കെ നാളെ വരുന്നുണ്ട്. അതുവരേക്കും എല്ലാവരോടും അസ്സലാമു അലൈക്കും. താങ്ക് യു.